നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ധനുഷിനെ കിട്ടിയത് നിന്റെ ഭാഗ്യ. എല്ലാ കാലത്തും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. എന്നാ പിന്നെ ഇറങ്ങാം, വാ, സമയായി. നിങ്ങൾ മൂന്നുപേരും വിചാരിച്ച അവിടെ പോയി അർച്ചനയുടെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല സുഭദ്രേ, പക്ഷെ ഞങ്ങൾ എന്തായാലും അവിടെ പോവും. ഇവള് സച്ചേട്ടനെ രക്ഷിക്കുകയും ചെയ്യും. അർച്ചനയുടെ വിഷമം കണ്ട് കൂടെ കൂടിയതാ ഞാൻ. എന്നെ കൊണ്ട് എന്തൊക്കെ സാധിക്കുന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെന്ത് തന്നെ ആയാലും ഇവളുടെ കൂടെ ഞാനും ഉണ്ടാവും. സുഭദ്രയോട് എനിക്ക് തീരാത്തത്ര നന്ദിയുണ്ട്, ഞങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്. എന്റെ സച്ചേട്ടനെ എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റും. ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട് അതിന് സാധിക്കുമെന്ന്. അതിന്റെ സൂചനകളാ ഇതൊക്കെ. ഇനി നമുക്ക് സമയം കളയണ്ട. നമുക്ക് വേഗം ഒരു ടാക്സി വല്ലതും വിളിച്ച് ആ പറഞ്ഞ സ്ഥലത്ത് പോവാം. പക്ഷേ ഇനിയും നിങ്ങൾ റോഡ് വഴി പോയാൽ അവിടെ എത്തുന്നത് വരെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഉപദ്രവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അല്ല, പിന്നെ മറ്റൊരു വഴിയെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ കണ്ടത് കാടിനുള്ളിലൂടെ ഉള്ളൊരു നടവഴിയാ. നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ഇവിടുന്ന് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ കാടിനകത്തേക്ക് കയറാം. അതുവഴി പോയാൽ നിങ്ങളെ ആരും കാണില്ല. പക്ഷേ അപകടം ധാരാളം ഉള്ള വഴിയാണത്. കാടിനുള്ളിലെ ഭീകരതയും കുത്തൊഴുക്കുള്ള പുഴയും ഒക്കെ കടന്നു വേണം പോകാൻ. സുഭദ്ര പറഞ്ഞ വഴി പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ പുഴയൊക്കെ കടക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പോകുന്ന വഴിയില് ഒരമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ വലതുവശത്തുള്ള വഴിയിലൂടെ പോയാൽ കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും പുഴയിൽ ഇറങ്ങാതെ നിങ്ങൾക്ക് അവിടെ എത്താം. എന്തായാലും ആ നടവഴി തന്നെ പോവാം. പാർവതിക്ക് ആ വഴി കാണാമെന്നല്ലേ പറയുന്നത്. ബാക്കി പിന്നെ ആലോചിക്കാം. എന്നാ ഞങ്ങൾ പോവാം. എന്റെ സച്ചേട്ടനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കഴിയണേന്ന് സുഭദ്രയും പ്രാർത്ഥിക്കണം. ഗംഗേ, ഞാനും വരാം നിങ്ങളുടെ കൂടെ. ഏട്ടന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ ദിവസം. അതാ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും ഏട്ടൻ പുറകോട്ട് പോകാതെ മുന്നിൽ തന്നെ നിന്ന് വിവാഹം നടത്തുന്നത്. എന്റെ മനസ്സിൽ ഒന്ന് രണ്ട് വിഷമങ്ങളുണ്ടെന്ന് ഏട്ടൻ അറിയാം. മുഹൂർത്തത്തിന് മുമ്പ് സച്ചിയും സന്ധ്യയും അവിടെ ഉണ്ടാവും. എന്ത് എതിർപ്പ് പറഞ്ഞാലും എന്റെ വിവാഹത്തിന് അവർ വരാതിരിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് മോള് സന്തോഷമായിരിക്കണം കേട്ടോ.
വിവാഹ ചെറുക്കനും എത്തിയല്ലോ. ഈ വേഷത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് അടുത്ത് തന്നെ അച്ഛനൊന്ന് കണ്ണു നിറയെ കാണട്ടെ. ഈശ്വരനായിട്ട് കൂട്ടിച്ചേർത്തവരാ നിങ്ങൾ. ആർക്കും അത് പിരിക്കാൻ പറ്റില്ല. സച്ചിൻ സന്ദീപും അവിടെ വരും എന്ന നന്ദന്റെ വാക്ക് വിശ്വസിച്ചാ ഞാനും നിൽക്കുന്നത്. ആ വിശ്വാസത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. നന്ദ, ഇറങ്ങാനുള്ള സമയമായോ? വായിച്ച മോളെ, അച്ഛൻ്റെ അനുഗ്രഹമായി രണ്ടാളും. നന്നായി വരും. എന്റെ മക്കൾക്ക് നല്ലതേ വരൂ. ഏട്ടന്റെ അനുഗ്രഹം വാങ്ങിക്കേ. നന്നായി വരട്ടെ. എന്നാ ഇനി സമയം കളയണ്ട, നമുക്കിറങ്ങിക്കൂടെ? ആ, നമുക്കിറങ്ങാം. സ്നേഹേ, അവന്റെ ഏട്ടത്തിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നില്ലേ? ധനുഷും ചെല്ല്. രണ്ടുപേരും കൂടെ വേണ്ടേ അനുഗ്രഹം വാങ്ങിക്കാൻ? ചെല്ല്. രണ്ടാളെയും ഈശ്വരൻ അനുഗ്രഹിക്കും. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ധനുഷിനെ കിട്ടിയത് നിന്റെ ഭാഗ്യ. എല്ലാ കാലത്തും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. എന്നാ പിന്നെ ഇറങ്ങാം. വാ, സമയായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.